ഗാമജോബ ഇന്നിവിടെ ഒരു സണ്ണി ഡേ ആണ്. അപ്പം നമുക്കൊരു തട്ടിക്കൂട്ട് പെപ്പർ ചിക്കനും ലെമൺ റൈസും ഉണ്ടാക്കിയാലോ? ഞാനിവിടെ കിട്ടുന്ന സുൽത്താൻ്റെ ബസ്മതി റൈസാണ് ഇവിടെ കുക്കിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2.5 ഗ്ലാസ് അളന്നിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായി അടച്ചു വെച്ചു. എളുപ്പപ്പണിക്ക് ഇന്നലെ തന്നെ ക്ലീനാക്കി മസാലപ്പൊടികളായ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചു. ഇനി നമുക്ക് അരി വേവിക്കാനായി ഒരു പാൻ ഫുള്ള് വെള്ളം എടുത്ത് അടുപ്പിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെക്കാം. ഞാനിവിടെ 2.5 സവോളയും ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള എടുത്ത് അതിലേക്കിട്ട് ഇച്ചിരി ഉപ്പൂടിട്ട് അടച്ചു വെക്കുക വെള്ളാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചോറിന് വെച്ചിരുന്ന വെള്ളം തിളച്ചു വന്നു. അതിലേക്ക് ഞാൻ അരിയും ഇട്ടു, ഇച്ചിരി എണ്ണയും ഇച്ചിരി ഉപ്പും കൂടെ കൂട്ടിനിട്ടു. ഇടയ്ക്ക് സവോളയുടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. സവോള വഴറ്റി വന്ന സമയം കൊണ്ടിട്ട് അരിയും വെന്തു. അത് ഞാൻ ഊറ്റി മാറ്റി വെച്ചു. വഴണ്ടു വന്ന സവോളയിലേക്ക് നമ്മുടെ മസാലപ്പൊടികളായിട്ടുള്ള പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഏറെ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇറക്കണം. മസാലയുടെ സവോള ഒരു കറുത്ത കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടുക. തക്കാളി ഒത്തിരി വേവേണ്ട, കാരണം ചിക്കൻ കൂടി ഇടുമ്പോഴത്തേന് അത് വെന്തോളും. അതിലേക്ക് ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിക്കണം. അതിനുശേഷം ഇതെല്ലാം വരണ്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല തെച്ചു വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെക്കുക. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരണം. ഈ സമയം കൊണ്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. വേറൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉഴുന്നും കൂടെ അതിനകത്തേക്ക് ഇടുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റമുളകും കൂടി ഇടുക. അതത്രയും ശരിയാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല കളർ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് ചേർന്ന ചോറ് കുറച്ചായി അതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കുക. വെച്ചിട്ടാകുമ്പോൾ നമ്മൾ മുമ്പ് പിഴിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങന്തീനും കൂടെ അതിലേക്ക് ഇടുക. എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി. ചിക്കൻ വെന്തുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി. ലെമൺ റൈസും പെപ്പർ ചിക്കനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇന്നത്രേ ഉള്ളൂ. മസ്സലാമ.